മക്കളെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു 5 മാർക്ക് സ്കോർ ചെയ്താലോ? നിങ്ങൾ റെഡിയാണോ? റെഡിയാണല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബയോളജിയിലെ ലാസ്റ്റ് ചാപ്റ്ററിനാവട്ടെ ആ ചോദ്യങ്ങൾ. റെഡിയല്ലേ? എന്നാൽ ചോദ്യത്തിലേക്ക് പോകാം. നോക്ക്. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ? ഫിഗർ നല്ലപോലെ ശ്രദ്ധിച്ചോ. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് അല്ലേ? എല്ലാവർക്കും അറിയാം. യെസ്. ഓക്കെ. ഐഡന്റിഫൈ ദ പാർട്ട് ലേബിൾഡ് എക്സ് ആൻഡ് വൈ ഇൻ ദ ഫിഗർ. ഈ ഫിഗറിൽ എക്സ് ഏതാണ്, വൈ ഏതാ പാർട്ട് എന്ന് എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞു കൊടുക്കണം. രണ്ടാമത്തെ ചോദ്യം എന്താ? റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് എക്സ്. എക്സിന്റെ ഈ കാണുന്ന എക്സിന്റെ ഫംഗ്ഷൻ എന്ത് ചെയ്യണം? നിങ്ങൾ എഴുതി കൊടുക്കണം. മലയാളം മീഡിയം ശ്രദ്ധിച്ചോ. നോക്ക്. ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എന്താ എ ചോദ്യം? എക്സ് വൈ എന്നിവ സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളുടെ പേര് എഴുതുക. എക്സ് എന്താന്ന് എഴുതണം, വൈ എന്താന്ന് എഴുതണം അല്ലേ? പിന്നെന്താണ് പറഞ്ഞത്? ബി ക്വസ്റ്റ്യൻ. എക്സ് എന്ന ഭാഗം നിർവഹിക്കുന്ന ധർമ്മം ഏത് എന്ന് എഴുതാം. ഈ എക്സിന്റെ ധർമ്മം എന്താന്ന്. അപ്പൊ നമ്മൾ മലയാളം മീഡിയം അല്ലെ, ഇംഗ്ലീഷ് മീഡിയം എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഉത്തരത്തിലേക്ക് കടക്കാം. നോക്ക്. എന്താണ്? ഐഡന്റിഫൈ ദ പാർട്ട് ലേബിൾഡ് എക്സ് ആൻഡ് വൈ. ഈ എക്സ് എന്താ? സിമ്പിൾ ആയിട്ട് പറയാം. എക്സ് എന്ന് പറയുന്ന ഭാഗത്തിന്റെ പേരാണ് വാസ് ഡിഫറൻസസ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? വാസ് ഡിഫറൻസസ് അല്ലെ, വാസ ഡിഫറൻസസ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? അപ്പൊ ഇതാ ഈ രണ്ട് വാസ ഡിഫറൻസ് ഉണ്ടാവും ഇവിടെ അല്ലെ, വാസ ഡിഫറൻസ് അല്ലെ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താ പറയാ? ബീജവാഹി എന്ന് വിളിക്കും. ഈ എക്സിനെ എന്താ വിളിക്കുക? ബീജവാഹി എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ബീജവാഹി. ഇനി വൈ എന്താന്ന് അറിയണ്ടേ? വൈ മുന്നും നോക്കാതെ പറയാം. ഇതാണ് 2 വൃഷ്ണം കാണാൻ പറ്റുന്നത് അല്ലേ. വൈ എന്ന് പറഞ്ഞാൽ ഏതാണ്? വൃഷ്ണമാണ് അല്ലേ. വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? വൃഷ്ണമാണ് അല്ലേ. സിമ്പിൾ ആയിട്ട് പറയാം. എന്താ ഇംഗ്ലീഷ് മീഡിയത്തിൽ എന്താ? ടെസ്റ്റിസ് എന്ന് വിളിക്കും. വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെസ്റ്റിസ് അല്ലേ. ടെസ്റ്റിസ് എന്ന് വിളിക്കാം. അപ്പൊ എക്സും വൈ നമ്മൾ ക്ലിയർ ആയി അല്ലേ. എക്സും വൈ നമ്മൾ എന്തായി? ക്ലിയർ ആക്കി. ഓക്കെ. ഇനി നമ്മളോട് റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് എക്സ് എന്ന് ചോദിച്ചേ. എക്സിന്റെ ഫംഗ്ഷൻ എന്താന്ന്, വാസ് ഡിഫറൻസസിന്റെ ഫംഗ്ഷൻ എന്താന്ന്, ബീജവാഹിയുടെ ഫംഗ്ഷൻ എന്താ അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. എന്താ? വാസ് ഡിഫറൻസസിന്റെ ഫംഗ്ഷൻ ആണ് ക്യാരീസ് ദ സ്പേം ദാറ്റ് ആർ ഫോംഡ് ഇൻ ദ ടെസ്റ്റിസ് ടു ദ യൂരിറ്റർ അല്ലേ. അപ്പം ഈ ടെസ്റ്റിസിന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന, ഈ വൃഷ്ണത്തിന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന സ്പേമിനെ ഈ വാസ് ഡിഫറൻസ് നേരെ കൊണ്ടുപോയിട്ട് എവിടേക്ക് എത്തിക്കും? ഇങ്ങോട്ട് എത്തിക്കും. ഇതിനാണ് നമ്മൾ യൂരിറ്റർ എന്ന് വിളിക്കുക. യൂരിറ്ററിലേക്ക് എന്ത് ചെയ്യും? എത്തിക്കും. ഓക്കെ അല്ലേ? അതാ പറഞ്ഞത്. എന്താ ഉത്തരം? വൃഷ്ണങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പുംബീജങ്ങൾ മൂത്രനാളിയിൽ എത്തിക്കുന്നു അല്ലേ. അപ്പൊ ഈ വൃഷ്ണങ്ങൾ ഉണ്ടാക്കുന്ന പുംബീജങ്ങളെ ഈ വാസ് ഡിഫറൻസ്, അതായത് ഈ ബീജവാഹി എവിടേക്ക് എത്തിക്കും? മൂത്രവാഹിയിലേക്ക് എന്ത് ചെയ്യും? എത്തിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എത്ര മാർക്ക് കിട്ടി? 2 മാർക്ക് നമ്മൾ സ്കോർ ചെയ്തു. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? നോക്ക്. അടുത്ത ചോദ്യം ഈ ചിത്രം അതേപോലെ തന്നെ ഒരു ചിത്രമാണ്. നോക്ക്. റീഡ്രോ ദ ഡയഗ്രാം, ഐഡന്റിഫൈ ആൻഡ് ലേബൽ ദ പാർട്ട് മെൻഷൻഡ് ബിലോ അല്ലേ. അപ്പോൾ ഈ ചിത്രം ഒന്ന് പകർത്തി വരയ്ക്കുക. എന്നിട്ട് പറയപ്പെടുന്ന ഭാഗങ്ങൾ ഏതാണെന്ന് എന്ത് ചെയ്യുക? അവിടെ പറയപ്പെടുന്ന കാര്യങ്ങളുണ്ട്. അത് ഏത് പോർഷനാണ് ഇതിലുള്ളത് എന്നാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? റീഡ്രോ ദ ഡയഗ്രാം അല്ലേ. ഡയഗ്രാം പകർത്തി വരച്ച 1 മാർക്ക് മിസ്സാക്കി കളയണ്ട. എന്താണ് പറഞ്ഞത്? ചിത്രം പകർത്തി വരയ്ക്കുന്നതിന് 1 മാർക്ക്. രണ്ടാമത്തെ എന്താ പറഞ്ഞത്? The part which transform into endosperm after fusing with the male gametes അല്ലേ. ഇതിൽ കൂടെ മെയിൽ ഗ്യാമേറ്റ്സ് ഇങ്ങനെ വരും അല്ലേ. ഇതിൽ കൂടെ ഈ കാണുന്ന ഭാഗത്തൂടെ മെയിൽ ഗ്യാമേറ്റ്സ് ഇങ്ങനെ വരും, പുംബീജം ഇങ്ങനെ വരും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഏതോ ഒരു സ്ഥാനവുമായിട്ട് കൂടിച്ചേരുമ്പം ഇത് എന്തായി മാറും? എൻഡോസ്പേമായിട്ട് മാറും. അപ്പൊ ഇതിൻ്റെ ഉള്ളിലത്തെ ഏത് ഭാഗവുമായിട്ടാണ് കൂടിച്ചേരുക എന്നാണ് ചോദിച്ചത്. അപ്പൊ അതിന്റെ ഉത്തരം നമ്മൾ കണ്ടെത്തണം അല്ലെ. എന്താ ചോദ്യം? പുംബീജവുമായി സംയോജിച്ച് എൻഡോസ്പേം രൂപപ്പെടുന്ന ഭാഗം, അതായത് ഇതിൽ കൂടെ വരുന്ന പുംബീജം ഇതിൻ്റെ ഉള്ളിലെ ഏതു ഭാഗവുമായി ചേർന്നിട്ടാണ് എൻഡോസ്പേം ഉണ്ടാകുന്നത് എന്നാ ചോദിക്കുക. അപ്പൊ ഈ ഏത് ഭാഗം നമ്മൾ എഴുതണം അല്ലേ. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ദ പാർട്ട് വിച്ച് ഡെവലപ്പ് ഫ്രം പൊള്ളൻ ഗ്രെയിൻസ് ആൻഡ് ഗ്രോ ടുവാർഡ്സ് ഓവറി അല്ലേ. ഏത് പാർട്ടാണ് നോക്ക്, ഏത് പാർട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഏത്? ഇവിടെ വന്ന പൊള്ളൻ ഗ്രെയിൻസ്, അതായത് പരാഗരേണു എന്ത് ചെയ്യുക? വളർന്നിട്ട് അല്ലേ ഈ ഓവറിയിലേക്ക് പോകുന്ന പാർട്ട് ഏതാന്നാ ചോദിച്ചത് അല്ലേ. അതാ പറഞ്ഞത് പരാഗരേണുവിൽ നിന്ന് രൂപപ്പെട്ട് അണ്ഡാശയത്തിന് നേരെ വളരുന്ന ഭാഗം, അതായത് ഈ പരാഗരേണുവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഭാഗമാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഇത് അണ്ഡാശയത്തിന് നേരെ വളരുകയാണല്ലോ, ആ ഭാഗത്തിന്റെ പേര് എന്താന്ന്. അപ്പൊ രണ്ടിന് ഉത്തരം നമ്മൾ കണ്ടെത്തുന്നത്. അപ്പൊ ഒന്നാമത്തെ എന്തെങ്കിലും ചോദ്യം, പുംബീജവുമായി സംയോജിച്ച് എൻഡോസ്പേം രൂപപ്പെടുന്ന ഭാഗം, മെയിൽ ഗ്യാമേറ്റ്സുമായി, ഇവിടുന്ന് മെയിൽ ഗ്യാമേറ്റ്സ് വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഏതോ ഒരു ഭാഗവുമായി കൂടി ചേർന്നിട്ട് എൻഡോസ്പേം ഉണ്ടാകുന്നുണ്ട്. അത് ഏതാ ഭാഗം? സിമ്പിൾ ആയിട്ട് പറയാം, ആ ഭാഗത്തിന്റെ പേരാണ് പോളാർ ന്യൂക്ലിയസുകൾ. ഇതിൻ്റെ ഉള്ളിലത്തെ പോളാർ ന്യൂക്ലിയസ്. അപ്പൊ ഇതിൽ കൂടെ പുംബീജം വന്നിട്ട് മെയിൽ ഗ്യാമേറ്റ്സ് വന്നിട്ട് ഈ
പോളാർ ന്യൂക്ലിയസുമായി ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? എൻഡോസ്പേം ഉണ്ടാകുന്നത്. എന്തുണ്ടാകുന്നത്? എൻഡോസ്പേം ഉണ്ടാകുന്നത് അല്ലേ? അതായത് അതിൽ കൂടെ എങ്ങനെ ആര് വരും? മെയിൽ ഗ്യാമേറ്റ്സ് വരും, പുംബീജം വരും. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിൻ്റെ ഉള്ളത്തെ പൊള്ളൻ ഗ്രെയിൻ അല്ലെ, പോളാർ ന്യൂക്ലിയസ്, പൊള്ളൻ ഗ്രെയിൻസ് അല്ല, പോളാർ ന്യൂക്ലിയസുമായി ചേർന്നിട്ട് എന്തുണ്ടാവും? എൻഡോസ്പേം ഉണ്ടാവും. സ്പേം ഫോം ചെയ്യും അല്ലേ? എൻഡോസ്പേം ഫോം ചെയ്യും അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ആരൊക്കെ ചേർന്നിട്ട് എൻഡോസ്പേം ഉണ്ടായത്? യെസ്, അല്ലേ, ഇവിടുന്ന് ഇതിലുള്ള ഉണ്ടാകുന്ന മെയിൽ ഗ്യാമേറ്റ്സ്, അതായത് മെയിൽ ഗ്യാമേറ്റ്സ് പുംബീജവും ഇതിൻ്റെ ഉള്ളിലുള്ള, അതായത് ഓവറിക്കുള്ളിലുള്ള അണ്ടാശയത്തിൻ്റെ ഉള്ളിലുള്ള അല്ലെ പോളാർ ന്യൂക്ലിയസും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? എൻഡോസ്പേം ഉണ്ടാകുന്നത്. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? പരാഗരേണുവിൽ നിന്ന് രൂപപ്പെട്ട് അണ്ടാശയത്തിന് നേരെ വളരുന്ന ഭാഗം, അതായത് ഈ പൊള്ളൻ ഗ്രെയിൻസിൽ നിന്ന് രൂപപ്പെട്ട് ഈ അണ്ടാശയത്തിന് ഈ ഓവറിയെ ലക്ഷ്യമാക്കി വളരുന്ന ഈ ഭാഗത്തിൻ്റെ പേരെന്താന്ന് സിമ്പിളായിട്ട് പറയാം. അതിൻ്റെ പേരാണ് പൊള്ളൻ ട്യൂബ് അല്ലെങ്കിൽ പരാഗനാളി എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പം നമുക്ക് എത്ര മാർക്ക് കിട്ടി? ഇതിന് എത്ര മാർക്കാ? വരച്ചാൽ 1 മാർക്ക്, പിന്നെ ഇത് 2 എഴുതി കൊടുത്താൽ 2 മാർക്ക്, അങ്ങനെ ടോട്ടല് 3 മാർക്ക്. അപ്പൊ ഈ 3 മാർക്കും അതേപോലെ ഇപ്പുറത്തുള്ള 2 മാർക്കും നമ്മൾ എന്ത് ചെയ്തു? സ്കോർ ചെയ്തു അല്ലെ? 2 മാർക്കും നമ്മൾ എന്ത് ചെയ്തു? സ്കോർ ചെയ്തു. അങ്ങനെ ടോട്ടൽ നമുക്ക് എത്ര മാർക്ക് കിട്ടി? 5 മാർക്ക് കിട്ടി. സെറ്റല്ലേ? യെസ്.